നല്ല കണ്ടീഷൻ വണ്ടികൾ അത്യാവശ്യം വിലക്കുറവിൽ നല്ല കണ്ടീഷൻ വണ്ടികൾ അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. 1,85,000 രൂപ കൊടുക്കാം. 1,85,000 ഫിനാൻസ് എത്ര കയറും? ഒരു 1.25 എന്തായാലും ലോൺ കയറും. പിന്നെ റേറ്റ് നെഗോഷ്യബിൾ ആയി വരെയാണെങ്കിൽ ഫുൾ ലോൺ ആണ് കേട്ടോ. RX L ആണ് വേരിയന്റ് വന്നിട്ട്. സിംഗിൾ ഓണറിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 279 ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഒരു 2.5 വരെ സുഖമായിട്ട് ലോൺ കയറും. സിംഗിൾ ഓണർഷിപ്പ് 44,000 കിലോമീറ്റർ റോഡ് ജെന്യൂൻ ആണ് സാധനം. ഓക്കെ. അപ്പോൾ എങ്ങനെ വില? 55,000 രൂപ കൊടുക്കാം. 55,000. 2017 മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണറാണ്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 16 മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണറിൽ 66,000 കിലോമീറ്റർ ഓടിയ മാനുവൽ വണ്ടിയാണ്. ഓക്കെ. ഇത് 2,39,000 രൂപ കൊടുക്കാം. 2,39,000. ഫിനാൻസ് എത്ര കയറുന്നുണ്ട്? ഫിനാൻസ് ഒരു 2-2.25 വരെയൊക്കെ മിക്കവാറും ലോൺ കയറും. നല്ല സിബിലുള്ള നല്ല ട്രാക്കുള്ള കസ്റ്റമേഴ്സിന്. അപ്പം ചെറിയ പൈസ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. അതെ, ചെറിയ ഡൗൺ പേയ്മെന്റിൽ വണ്ടി എടുക്കുക. 5 വർഷത്തേക്ക് ടെന്യൂറും കിട്ടും. LX ആണ് അത്. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നതിൻ്റെ? ഇത് 2,20 കൊടുക്കാം. 2,20. 2 രൂപ വരെ ലോൺ കയറും. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. ZX ആണ്. ടോപ്പിന്റെ വണ്ടിയാണ്. ZX ആണല്ലേ? ZX ആണ്. അതെ, അലോവീല് കാര്യങ്ങളൊക്കെ ഓൾറെഡി കമ്പനി നല്ല ഇറക്കിയ സാധനമാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളൊരു പുതിയ ഷോറൂമിലാണ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പള്ളിച്ചൽ വിഴിഞ്ഞം പോകുന്ന വഴിക്ക് പെരിങ്ങമല സ്ഥലത്താണ്. കാർ കെട്ടുന്നതാണ് ഷോറൂമിന്റെ പേര്. എൻ്റെ അടുത്ത് ദീപു ഉണ്ട്. ബ്രോയുടെ സ്വാഗതം. നമസ്കാരം. ബ്രോയുടെ പുതിയ ഷോറൂമാണല്ലേ? അതെ, പുതിയ ഷോറൂമാണ്. നമ്മളിത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞു. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാരുള്ള കളക്ഷനാണ്. അത്യാവശ്യം ബഡ്ജറ്റ് കാരാണ് കൂടുതൽ. അതെ, അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും നല്ല വിലക്കുറവിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. അത് നല്ല കണ്ടീഷൻ വണ്ടികൾ അത്യാവശ്യം വിലക്കുറവിൽ നല്ല കണ്ടീഷൻ വണ്ടികൾ അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം, നമുക്കിത് പള്ളിച്ചൽ എന്ന് വരികയാണെങ്കിൽ വിഴിഞ്ഞം റോഡിൽ പുല്ലാതിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. ഈവൻ ബൈപ്പാസ് വരുന്നവർക്കാണെങ്കിൽ കോവളത്ത് നിന്ന് അറൗണ്ട് ഒരു 4 കിലോമീറ്റർ വരുന്നുണ്ട് ഇവിടെ വരെ. ഓക്കെ. ബട്ട് വേണ്ടതാണ് വരുന്നത്. അപ്പം നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം മുതൽ 2012 മുതലുള്ള വണ്ടിയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് വർഷം കുറവായിരിക്കും. 15 വണ്ടി മുതൽ നമുക്ക് 5 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മുടെ ഷോറൂം കറക്റ്റ് പറയുന്നത് ഇതാണ്. ഈ പറഞ്ഞ വിഴിഞ്ഞത്താണ്. അവർ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കളക്ഷൻ ഉണ്ട്. അതില്ല നമ്മുടെ സാധാരണക്കാരുടെ വണ്ടിയുള്ള കളക്ഷനാണുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് വിലക്കുറവിൽ വാങ്ങിക്കാം. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ കിട്ടും. അപ്പോൾ വിനീത, നമ്മുടെ ഫസ്റ്റ് വണ്ടി ഓൾട്ടോ 800. അതെ കേട്ടോ, 2019 മോഡലാണ്. 19. തേർഡ് ഓണറിൽ 65,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസ് ആണ്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ടയർ കണ്ടീഷൻ നോക്കുവാണെങ്കിലും പുതിയ ടയറാണ്. ടയർ ഇട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, കുറച്ച് ഓടിയിട്ടുള്ളൂ. കസ്റ്റമർ 85-90% ബാലൻസ് ഉണ്ട് വണ്ടിയിൽ. സ്ക്രാച്ച് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ലൈവില്. ഇൻസൈഡ് നോക്കുവാണെങ്കിൽ ഓൺറൈഡ് സിസ്റ്റം ഓൾറെഡി വെച്ചിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ക്വാളിറ്റി സീറ്റ് കവറാണ് കസ്റ്റമർ യൂസ് ചെയ്തിട്ടുള്ളത്. അതെ, 360 ക്യാമറ വെച്ചിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. ക്യാമറ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ആക്സസറീസ് എല്ലാം ഫിറ്റ് ചെയ്താണ് കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി. പിന്നെ നമ്മുടെ അതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? 2,39,000 രൂപ കൊടുക്കാം. 2,39,000. ഫിനാൻസ് എത്ര കയറുന്നുണ്ട്? ഫിനാൻസ് ഒരു 2-2.25 വരെയൊക്കെ മിക്കവാറും ലോൺ കയറും. നല്ല സിബിലുള്ള നല്ല ട്രാക്കുള്ള കസ്റ്റമേഴ്സിന്. അപ്പം ചെറിയ പൈസ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. അതെ, ചെറിയ ഡൗൺ പേയ്മെന്റിൽ വണ്ടി എടുക്കുക. 5 വർഷത്തേക്ക് ടെന്യൂറും കിട്ടും. ഓക്കെ. 5 വർഷത്തേക്ക് ലോൺ കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി നോക്കാം. പിന്നെ അടുത്ത വണ്ടി ഇയോൺ ആണ് കേട്ടോ. ഹുണ്ടായി ഇയോൺ 2014 ഡിലേറ്റ് പ്ലസ് ആണ്. സിംഗിൾ ഓണറാണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. KL01 വണ്ടിയാണ്. റീപ്ലേസ്മെന്റോ മേജർ വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ലൈവില്. കമ്പനി സർവീസ് കമ്പനി സർവീസ് ഉണ്ട് വണ്ടിക്ക്. ഡിലേറ്റ് പ്ലസ് ആണ്. അതെ. ഓക്കെ. പവർ വിൻഡോ വരത്തില്ല. ചെറിയ ഡാമേജ് ഉണ്ട് ഇതിനകത്ത്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ആംബിയന്റ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, ആ ഉപയോഗിച്ചിരുന്ന കസ്റ്റമർ കുറച്ച്. അപ്പോൾ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇയോണ് പെയിന്റിംഗ് വർക്ക് ഉൾപ്പെടെ ക്ലിയർ ചെയ്ത് പെയിന്റിംഗ് വർക്ക് എല്ലാം ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ. ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. 1,85,000 രൂപ കൊടുക്കാം. 1,85,000. ഫിനാൻസ് എത്ര കയറും? ഒരു 1.25 എന്തായാലും ലോൺ കയറും. പിന്നെ റേറ്റ് നെഗോഷ്യബിൾ ആയി വരെയാണെങ്കിൽ ഫുൾ ലോൺ ആണ്. അതെ, അപ്പോഴത്തേക്കും നല്ല സിബിലുള്ള കസ്റ്റമർ ആയിരിക്കണം. സിബിൽ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോണിൽ കയറി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ അടുത്തത് ഓൾട്ടോ കേട്ടോ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. അതെ, 2015 മോഡലാണ്. VXA ആണ്. തേർഡ് ഓണർ. 65,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഇതും കമ്പനി സർവീസും കാര്യങ്ങളുള്ള വണ്ടിയാണ്. തേർഡ് ഓണർ ആണെങ്കിലും കമ്പനി സർവീസ് പക്കയാണ് സാധനം. റീപ്ലേസ്മെന്റ് വേറെ ഒന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ 60% ടയർ ഉണ്ട്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ലൈവില് നമ്മൾ പെൻഡിങ് വർക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് തന്നെയാണ് എല്ലാ വണ്ടികളും കയറുന്നത് അതോട്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്. ഓട്ടോമാറ്റിക് ആണ്.
വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നും നമ്പർ 18 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. ഓട്ടോമാറ്റിക്കും റേഞ്ച് എന്തായാലും കിട്ടും. ഓക്കെ 16, 17, 18 കിട്ടും. പിന്നെ അതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? അപ്പോൾ ഓട്ടോ ഇത് 2,79,000 കൊടുക്കാം. 2,79,000 ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഒരു 2.5 വരെ സുഖമായിട്ട് ലോൺ കയറും. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അതെ, എല്ലാ വണ്ടികൾക്കും നെഗോഷ്യബിൾ ആണ്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാ വണ്ടിയുടെ റേറ്റ് നെഗോഷ്യബിൾ ആണ്. അതെ, ഓക്കെ. പിന്നെ അടുത്ത ഓൾട്ടോ കേട്ടൻ. ഓൾട്ടോ കേട്ടൻ 2012 മോഡലാണ്. LX ആണ്. സെക്കൻഡ് ഓണറിൽ 66,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസ് ആണ്. വണ്ടിയുടെ ക്വാളിറ്റി, പെയിന്റിംഗ് ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാം. നല്ല രീതിയിൽ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഫുള്ള് പെയിന്റിംഗ് വർക്കുകളെല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കറന്റ് ഇല്ല. എയർ കണ്ടീഷൻ ബാക്ക് ഇത്തിരി ഇതാണ്. ഫ്രണ്ട് കുഴപ്പമില്ല. ഒരു 70% ടയർ ഉണ്ടല്ലേ? ഉണ്ട്. അതെ, ബാക്ക് ഒരു 50% ഉണ്ട്. അതിനകത്തേ ഉള്ളൂ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വെൽ മെയിൻറ്റൈൻ ആണ്. അതിനകത്ത് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 2 പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. അല്ല, പവറിന്റെ വരുന്നില്ലല്ലോ. പവറിന്റെ വരത്തില്ല. LX ആണ്. AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ. വേറെ സ്ക്രാച്ച് ഡെന്റോ കാര്യങ്ങളൊന്നും നീറ്റ് ഇല്ല. ലൈവിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഡെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ട്രിവാൻഡ്രം വണ്ടി അല്ലേ? ട്രിവാൻഡ്രം വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ? ഇത് 1,59,000 കൊടുക്കുക. 12 വണ്ടിയാണ്. അതെ, 2 വർഷത്തേക്ക് ലോൺ കിട്ടും. 1.25 വരെ 1.30 വരെ ലോൺ കിട്ടും അല്ലേ? ശരി. അടുത്ത പിന്നെ അടുത്ത സെലീറിയാണ്. മാരുതിയുടെ തന്നെ ലോ ബഡ്ജറ്റിലുള്ള പ്രീമിയം വണ്ടിയാണ് സെലീറി. അറിയാം, ഒരു ഓൾട്ടോ എടുക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ സെലീറിയിൽ എത്തിക്കാം. കാരണം 2016 മോഡലാണ്. സിംഗിൾ ഓണറിൽ 66,000 കിലോമീറ്റർ ഓടിയ മാനുവൽ വണ്ടിയാണ്. മാനുവൽ ആണ്. VXI ആണ്. അതെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് തന്നെയാണ് വണ്ടിക്ക്. ടയർ കണ്ടീഷൻ ബാക്ക് ടയർ ഒരു 50% ഉള്ളൂ. ഫ്രണ്ട് ഓക്കെ. ഇത് VXI ആണ് വരുന്നത്. അതെ, VXI ആണ്. അതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ആൻഡ്രോയിഡ് സീറ്റ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. 4 പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്. പിന്നെ അതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് 3,25,000 രൂപ കൊടുക്കാം. 3,25,000. ഒരു 3 റേഞ്ച് എന്തായാലും ലോൺ കയറും. അപ്പം 22 വണ്ടി എടുക്കാം. അതെ, ചെറിയ ഡൗൺ പേയ്മെന്റ് തന്നെ എടുക്കാം. ഇത് 5 വർഷത്തേക്ക് ലോൺ കിട്ടും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. സർവീസ് ആണല്ലോ. സെലീറിയ മൈലേജ് ഓൾമോസ്റ്റ് ഒരു 18 അറേഞ്ച് ചെയ്തിട്ടില്ല. 18 താഴെ നോക്കിയാൽ മതി. എന്തായാലും സിറ്റിക്കകത്തുള്ള ഓട്ടത്തിന് 16-17 കിട്ടും. ലോങ് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 19 കിട്ടും. 19 കിട്ടും. വണ്ടിയല്ലേ? അതെ, മാരുതി അല്ലേ? അടുത്ത സ്വിഫ്റ്റ് ഡിസയർ ആണ് കേട്ടോ. 2011 മാനുഫാക്ചർ ചെയ്ത് 2012 രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. 12 രജിസ്ട്രേഷൻ? അതെ, 12 രജിസ്ട്രേഷൻ ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. ZXI ആണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ZXI ആണല്ലേ? ZXI ആണ്. അതെ, അലോ വീല് കാര്യങ്ങളൊക്കെ ഓൾറെഡി കമ്പനി നല്ല ഇറക്കിയ സാധനമാണ്. ടയർ 4 പുത്തൻ ടയർ കിടപ്പുണ്ട്. സെക്കൻഡ് ഓണറിൽ 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് ഉണ്ട് വണ്ടിക്ക്. ഓക്കെ. ഇന്റർ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ZXI ആകുമ്പോൾ 4 പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, ഓട്ടോമാറ്റിക് AC എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അന്ന് ടോപ്പ് എൻ്റെ വണ്ടി അല്ലേ? ഡ്യുവൽ എയർ ബാഗിൽ വരുന്നത്? ഡ്യുവൽ എയർ ബാഗാണ് വരുന്നത്. ഡ്യുവൽ എയർ ബാഗാണ്. അതെ. ഓക്കെ. അപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടീഷൻ ആണല്ലോ? നല്ല കണ്ടീഷൻ. അപ്പോൾ വിനീത് 2012 ZXI വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസാണ്. കമ്പനി സർവീസാണ്. അപ്പം എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? 2,35,000 കേട്ടോ. 2,35,000. പിന്നെ 11 വണ്ടിയാണ്. 1 വർഷത്തേക്ക് ലോൺ കയറുള്ളൂ. ഒന്നല്ല, 2 വർഷം വരെ കൊടുക്കാം. അത്യാവശ്യം സിബിൽ കാര്യങ്ങളുള്ളവർക്ക് 2 വർഷം വരെ കൊടുക്കുക. ഒരു 2 രൂപ ലോണും കയറും. ഓക്കെ. പിന്നെ ഇത് അടുത്തത് ഓൾട്ടോ 800. ഓൾട്ടോ 800 നേട്ടാ 2017 മോഡലാണ്. ഓക്കെ. സെക്കൻഡ് ഓണറിൽ 48,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതും വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസ് ഉണ്ട് വണ്ടിക്ക്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിലാണ് കിടക്കുന്നത്. ഓക്കെ. ഇതിന്റെ കണ്ടീഷൻ സീറ്റ് കവർ ഉണ്ട്. സോറി, സീറ്റ് കവർ ഇല്ല കേട്ടോ. ഫാബ്രിക് ആണ്. ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. LXI അല്ലേ? LXI ആണ്. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നതിന്റെ? ഇത് 2,20,000 കൊടുക്കാം. 2,20,000. 2 രൂപ വരെ ലോൺ കയറുമല്ലോ. അപ്പം വിനീത് അടുത്തത് വാഗണർ കേട്ടോ. 2017 മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണറാണ്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 36,000 കിലോമീറ്റർ. അതെ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്? സിംഗിൾ ഓണറാണ്. അതെ. ഓക്കെ. VXI ആണ്. VXI ആണ്. കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ സ്ക്രാച്ചസോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. വാഷ് ചെയ്താൽ മാത്രം മതി. അതെ. ടയർ കണ്ടീഷൻ 70% ടയർ ഉണ്ട്. ഫ്രണ്ടിൽ പുത്തൻ ടയർ ഉണ്ട്. പുതിയ ടയർ അടിക്കുന്നത്. ബാക്ക് വൈപ്പറൊക്കെ വരുന്നുണ്ടോ കേട്ടോ? അതെ. ഇതിനകത്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. കുഴപ്പമൊന്നുമില്ല. VXI ആണ്. അപ്പോൾ ആ സമയത്തുള്ള ഫീച്ചേഴ്സ് എല്ലാം കൂടുതലായിരുന്നല്ലോ. ഓക്കെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. AC വരുന്നുണ്ട്. 4 പവറിന്റെ പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. വാഗണർ ആകുമ്പോൾ ഒരു 15-16 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. സുഖമായിട്ട് കിട്ടും.
ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൈസ്? നമ്മുടെ മാനുവൽ വണ്ടിയല്ലേ? മാനുവൽ വണ്ടിയാണ്. ഒരു 340 വരെ കൊടുക്കാം ലോണ്. അല്ല, വിലയോ? ഫുൾ ലോണും കയറും മിക്കവാറും. ഫുൾ ലോൺ കയറും. പ്രൈസോ? 340 340 ഫുൾ ലോൺ കയറും. പിന്നെ ഇതേ അടുത്ത് കിഡാണ്. 2020 മോഡലാണ് കേട്ടോ. RXL ആണ് വേരിയന്റ് വന്നിട്ട്. ഓക്കെ, സിംഗിൾ ഓണറിൽ സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്ററോ? 48,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് നല്ല ക്വാളിറ്റി കിടപ്പുണ്ട്. അതേ പെയിന്റ് ആണ്. കമ്പനി നിറയ്ക്കിയ സമയത്തുള്ള അതേ പെയിന്റ് ആണ്. ഓക്കെ, നല്ല കളർ അല്ലേ? ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട്. ഫ്രണ്ടിൽ പുത്തൻ ടയർ ഉണ്ടല്ലേ? പുത്തൻ ടയറാണ്. അതെ, വേറെ മൈനോർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഡെൻ്റ് ഒന്നുമില്ല. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റാണ്. ഇതിനകത്ത് RXL അല്ലേ ഇത്? RXL ആണ് വേരിയന്റ്. ബെൽറ്റ് സീറ്റ് വരുന്നുണ്ട്. 2 ഡോർ പവറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെ നമ്മുടെ ഇത് 800cc അല്ലേ? 800cc ആണ്. 1 ലിറ്റർ അല്ല, 800cc ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൈസ്? 3.4. 3.4. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. അതെ. ഓക്കെ. ഫിനാൻസോ? 3 റേഞ്ച് എന്തായാലും കയറും. ഇത് അടുത്ത് കേട്ടോ. അതെ, സ്പാർക്കാണ്. 2008 മോഡലാണ്. LS ആണ് വേരിയന്റ്. LS ആണ് അല്ലേ? സിംഗിൾ ഓണർ ആണ് വണ്ടി. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, 2008 വണ്ടിയാണ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അല്ലെങ്കിൽ ആൾക്കാർ വാരി കൊടുക്കും. ഇല്ല, ധൈര്യമായിട്ട് നോക്കാം. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സീറ്റ് വരിപ്പുണ്ട്. 2 ഡോർ പവറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? LS. വേറെ റീപ്ലേസ്മെന്റ് മേജർ എന്തെങ്കിലും ഉണ്ടോ? പഴയ വണ്ടിയാണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ്? എഞ്ചിൻ പക്ക കണ്ടീഷനാണ്. AC വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഈ കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ ആൾക്കാർ വിശ്വസിക്കുന്ന എനിക്ക് അറിയില്ല. 44,000 കിലോമീറ്റർ സിംഗിൾ ഓണറാണ് സാധനം. സിംഗിൾ ഓണർഷിപ്പാണ്. സിംഗിൾ ഓണർഷിപ്പ്. 44,000 കിലോമീറ്റർ ഓടി ജെന്യൂൻ ആണ് സാധനം. ഓക്കെ. അല്ല, ചിലവർക്ക് കുറച്ച് കോട്ടം ഉണ്ടാവുള്ളൂ. ചെറിയ ഓട്ടം വണ്ടി പഠിക്കാം, എന്നിട്ട് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള ഐഡിയയിൽ എടുക്കുന്നവർക്കൊക്കെ സുഖമായിട്ട് എടുത്തുകൊണ്ട് പോയാലും വേറെ പണിയൊന്നുമില്ല. എടുത്തുകൊണ്ട് പോവുക, ഓടുക, അതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എങ്ങനെ വില? 55,000 രൂപ കൊടുക്കാം. 55,000. 55,000.